ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, SSFൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജില്ലാ സാഹിത്യോത്സവിൻ്റെ പ്രൗഢമായ വേദിയിലാണല്ലോ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് അറിവാണ് ധനം എന്ന വിഷയത്തിൽ രണ്ട് വാക്ക് സംവദിക്കാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തുണക്കട്ടെ, ആമീൻ. നാം ആരാണ്? ഭൂമിയിലെ ഇതര ജീവികളിൽ നിന്ന് നമ്മെ വ്യത്യസ്തരാക്കുന്നത് എന്താണ്? അറിവും വിവേകവുമാണ് മനുഷ്യനെ മറ്റു ചേതന അചേതന വസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതും ജീവിത ലക്ഷ്യങ്ങളെ തേടിപ്പിടിക്കാൻ സഹായിക്കുന്നതും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം അത് അറിവ് തന്നെയാണ്. അതെ, അറിവിനോളം വലിയ സമ്പാദ്യം വേറെ എന്താണുള്ളത്? വിതരണം ചെയ്യും തോറും വർദ്ധിക്കുന്നതും ഒരിക്കലും നശിച്ചു പോകാത്തതും മരണാനന്തര ജീവിതത്തിലേക്ക് വരെ ബെനിഫിറ്റ് ലഭിക്കുന്നതുമായ സമ്പാദ്യം അറിവല്ലാതെ വേറെ എന്തുണ്ട്? മാലാഖയേക്കാൾ ഉയരാനും ഇരുലോക വിജയത്തിന് ആവശ്യമായ സകലതും സമ്പാദിക്കാനും അറിവ് മനുഷ്യനെ പാകപ്പെടുത്തുന്നു. ഒരു ഭാഷ പഠിച്ചാൽ നിനക്കൊരു ചിറക് മുളച്ചു, രണ്ട് ഭാഷ പഠിച്ചാൽ നിനക്ക് രണ്ട് ചിറക് മുളച്ചു എന്ന പ്രശസ്ത നോവലിസ്റ്റ് ഷേക്സ്പിയറുടെ വാക്കുകൾ എത്ര പ്രസക്തമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിയന്ത്രിക്കുന്ന ഈ പുതിയ കാലത്ത് അറിവ് കൊണ്ടുള്ള നേട്ടം ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല. ഒരു വിഷയത്തെക്കുറിച്ച് സെർച്ച് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന നൂറുകണക്കിന് ലിങ്കുകൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന മനുഷ്യ സമൂഹമാണെന്നുള്ളത്. വൈജ്ഞാനികപരമായി നാം ഏറെ പുരോഗതി കൈവരിച്ചിരിക്കുന്നു. ഭാവിയിൽ വരാനിരിക്കുന്ന അസുഖങ്ങൾ പോലും മുൻകൂട്ടി കണ്ടെത്താനും അതിനുവേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാനും മനുഷ്യർ ഉയർന്നു കഴിഞ്ഞു. ചൊവ്വയിലേക്കും മറ്റു ഗ്രഹങ്ങളിലേക്കും പറക്കാൻ മാത്രം അറിവ് മനുഷ്യനെ പാകപ്പെടുത്തിയിരിക്കുന്നു. ഇത്രയൊക്കെ പുരോഗതി കൈവരിച്ച സമൂഹങ്ങളിലും കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. കലാലയങ്ങൾ പോലും ലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും ഹോൾസെയിൽ മാർക്കറ്റുകളായിരിക്കുന്നു. കൊലപാതകങ്ങളും അക്രമങ്ങളും നിത്യസംഭവങ്ങളായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ട്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിലേക്കാണ് നാം ചെന്നെത്തുന്നത്. അറിവുള്ളവനും അറിവില്ലാത്തവനും സമന്മാരാണോ എന്ന ഖുർആനിൻ്റെ ചോദ്യത്തിൽ നിന്നും തന്നെ അറിവിൻ്റെ മഹത്വം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അറിവിനെ പ്രകാശത്തോടും അജ്ഞതയെ അന്ധകാരത്തോടുമാണ് ഖുർആൻ ഉപമിച്ചത്. അതെ, അറിവ് പ്രകാശം തന്നെയാണ്, മനുഷ്യ മനസ്സിൻ്റെ ഇരുട്ടകറ്റുന്ന പ്രകാശം. എന്നാൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപന സമുച്ചയങ്ങൾ കണക്കെ മുളച്ചു പൊങ്ങുകയും ദിനം പ്രതി പുതിയ പുതിയ വിജ്ഞാന ശാഖകൾ ജന്മമെടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ആ പ്രകാശം നമുക്ക് അന്യമായത്? അറിവ് കച്ചവടവൽക്കരിക്കപ്പെടുകയും ചരിത്രങ്ങളും ചരിത്ര പഠനങ്ങളും വിസ്മരിക്കപ്പെടുകയും പണസമ്പാദനത്തിനുള്ള മാർഗം മാത്രമായി വിദ്യാഭ്യാസം മാറുകയും ചെയ്തപ്പോൾ ആ പ്രകാശം നമുക്കന്യമായി. മാതാപിതാക്കളെ ബഹുമാനിക്കാനും ഗുരുനാഥന്മാരെ ആദരിക്കാനും കൂട്ടുകാരെയും അയൽവാസികളെയും തിരിച്ചറിയാനുമുള്ള അറിവിൻ്റെ ബാലപാഠം പോലും പുതുതലമുറയ്ക്ക് ലഭിക്കാതെ പോയി. നാടിൻ്റെ നന്മക്ക് പ്രവർത്തിക്കേണ്ട വിദ്യാർത്ഥി സമൂഹം ലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും ലൈംഗിക അരാജകത്വത്തിൻ്റെയും പിടിയിലമർന്നു. ഇവിടെയാണ് നാം പൊളിച്ചെഴുത്ത് നടത്തേണ്ടത്. മാനവിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. കുട്ടികളിൽ കുത്തായ്ഞ്ഞ ലിബറൽ ചിന്തകൾ കുത്തിവെക്കുന്നതിന് പകരം ധാർമ്മികതക്ക് ഊന്നൽ നിൽക്കുന്ന കരിക്കുലങ്ങളാണ് പുതിയ കാലത്തിന് ആവശ്യം. ഭൗതിക പഠനത്തിൻ്റെ പേരിൽ മതപഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കുന്ന പ്രവണതയ്ക്ക് മാറ്റം വരേണ്ടതുണ്ട്. ഇതിനുള്ള ശക്തമായ ശ്രമങ്ങൾ എല്ലാ തുറകളിൽ നിന്നും ഉണ്ടായാൽ മാത്രമേ ഒരു നല്ല സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പ് സാധ്യമാകുകയുള്ളൂ എന്ന് മാത്രം ഉണർത്തി എൻ്റെ കൊച്ചു വിചാരങ്ങൾക്ക് വിടാം. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.